എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായകൾ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഭയങ്കരമായ ശ്രമങ്ങളിലാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം വരെ വളരെ മോശം പ്രതിച്ഛായയിലുണ്ടായിരുന്ന നമ്മുടെ KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള വളരെ കഠിനമായ പ്രയത്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ പ്ലാൻസ് എന്തായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. എല്ലാ കാര്യങ്ങളും പുറത്ത് പറയണമെന്നില്ല, അണികളോടും പറയണമെന്നില്ല, ഗ്രൂപ്പിലുള്ളവരോടും പറയണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലനെ മുൻപന്തിയിലേക്ക്, അതായത് മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു കളിയായിരുന്നോ ഇത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ എന്തായാലും ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രിയാകുക എന്നുള്ളതാണ്. അതും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ ഒരു ചെറിയ മീനല്ല. അദ്ദേഹം ഒരു വലിയ മീൻ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാൽ പുള്ളി പോരാ. അതാണ് സത്യം. അല്ലാതെ പുള്ളി ഒരു മോശക്കാരനല്ല. പുള്ളിയുടെ ജനനം 1956 മെയ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 25 ആണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് സ്കൂൾ തലത്തിലാണ്. KSUവിൽ അംഗമായതിനു ശേഷം അദ്ദേഹത്തിന് വളരെ പോപ്പുലാരിറ്റി കൊണ്ടുവന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഓണത്തിന് ഒരു പറ നെല്ല്. അതായിരുന്നു ആ വാക്യം, മുദ്രാവാക്യം. അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് അതിലുടനീളം വളരെയധികം ഡൊമിനൻ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കുട്ടി രമേശ് ചെന്നിത്തല. അതോടുകൂടി അദ്ദേഹത്തിന് വലിയൊരു പേരായി. നിങ്ങൾ കേട്ടിരിക്കും, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഇതുവരെ അതിന് വേറെ മാറ്റമൊന്നുമില്ല, വേറൊരു ക്രെഡിറ്റ് വേറെ പോയിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ 26ാം വയസ്സിൽ 1982 ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറായി, അതായത് MLA ആയി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് 1982. അദ്ദേഹം ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു നിസ്സാര കാര്യമല്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലീഡർ കരുണാകരൻ്റെ ഒരു മാനസപുത്രനായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ചെറിയ മീനല്ല എന്ന് പറയാൻ കാരണം, അദ്ദേഹം ഒരുപാട് പദവികൾ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരുപാട് പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റായും, പിന്നെ CWC മെമ്പറായും, KPCC പ്രസിഡന്റായും, അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം സ്ഥാനം വഹിച്ച് പുള്ളിക്ക് പൊതുവെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. 1982 മുതൽ 87 വരെ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് 1989 മുതൽ 99 വരെ MP ആയിരുന്നു. അദ്ദേഹം MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയത്തു നിന്നാണ്. പിന്നീട് 99 മുതൽ 2004 വരെ അദ്ദേഹം മാവേലിക്കരയിൽ നിന്നും MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീ രമേശ് ചെന്നിത്തല അവസാനമായി മന്ത്രിസഭയിലിരുന്നത് 2014 മുതൽ 2016 വരെ കോൺഗ്രസ് മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന ഇലക്ഷനിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായില്ല. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ആ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് VD സതീശനാണ്. ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്കറിയാവുന്നതും ഞാൻ കളക്ട് ചെയ്ത ഡാറ്റാസൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഒരു നോളജ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയാകാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല. കാരണം ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഇപ്പോൾ ഉള്ളവരിൽ നേതൃസ്ഥാനം കൊടുക്കാനും എന്ത് കാര്യങ്ങളും നിർഭയത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിവുമുള്ള ഒരു നേതാവാണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ഒരാൾ ശ്രീ VD സതീശനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇലക്ഷന് ഇത്രത്തോളം വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ UDF ടീമിന് കഴിഞ്ഞത്. ഈ ചെറിയ മീനല്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ ചെറിയ മീനല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു ചോദ്യമല്ലേ. എല്ലാവരും എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്ക് സ്റ്റാബിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ രമേശ് ചെന്നിത്തല എന്ന പേര് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു വട്ടപ്പേരാണ്. അത് ഞാനിപ്പോൾ ഇവിടെ പറയാനില്ല.
എന്തായാലും പുള്ളിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചില്ല എന്നുള്ളത് പുള്ളിയുടെ മാത്രം ദുഃഖമാണ്. പിന്നെ പുള്ളിനെ സ്നേഹിക്കുന്നവരുടെയും കുടുംബത്തിൻ്റെയും പുള്ളിയുടെ സുഹൃത്തുക്കളുടെയും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് ഒരാളുടെ പേഴ്സണൽ നീഡ്സോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളോ സഫലീകരിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമല്ല. ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഇപ്പോൾ ഉണ്ട്. ഇനി അത് നമ്മുടെ വിശ്വാസത്തിനെതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇപ്പോൾ ശ്രീ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ എത്രത്തോളം ജനങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ ബൂസ്റ്റ് ചെയ്തോ എന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിന് എത്രത്തോളം സപ്പോർട്ട് കൊടുത്തോ അതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയിൽ അദ്ദേഹം മോശം എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്താൽ അത് ഭയങ്കര ഭീകരമായിരിക്കും. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. കാരണം ഒരാൾ നശിക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ കേരളം രക്ഷപ്പെടുക, കേരളം നന്നാകുക, നമുക്ക് സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു സംഗതി കൂടി ഉണ്ടല്ലോ. ഏത് പാർട്ടി ഭരിക്കുന്നോ ആ പാർട്ടി നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെച്ച് നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിന് വളരെയധികം നല്ല വിജയത്തിനായി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.